മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ NSSൽ പടയൊരുക്കം. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഗണേഷിനെ നീക്കണമെന്നാണ് അംഗങ്ങളുടെ ആവശ്യം. പത്മ കഫേ നിർമ്മാണത്തിലെ അഴിമതി അടക്കം വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗണേഷിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ലിജോ റോളൻസ് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. ലിജോ, എന്താണ് മന്ത്രിക്കെതിരായ ആരോപണം? ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്? ജിന, NSSന്റെ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ് കെ ബി ഗണേഷ് കുമാർ. ഇതുമായി ബന്ധപ്പെട്ട് യൂണിയനുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ യൂണിയനിൽ നിന്നും NSS പത്തനാപുരം താലൂക്ക് യൂണിയനിൽ നിന്നുള്ള 15 അംഗങ്ങൾ NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരുമാരോട് പരാതി പറഞ്ഞിരിക്കുന്നത്. ഗണേശിന്റെ ഏകാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. പ്രധാനമായും ഉന്നയിക്കുന്നത് പത്മ കഫേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചില അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ പത്തനാപുരം NSS താലൂക്ക് യൂണിയന്റെ കീഴിൽ പുനലൂരിൽ ഈ തരത്തിലൊരു പത്മ കഫേ നിർമ്മിക്കുന്നുണ്ട്. അതിന് 3.5 കോടി രൂപ ഇതുവരെ ചിലവായിട്ടുണ്ട്. ഇനിയും 50 ലക്ഷം രൂപ കൂടെ കരാറുകാരന് കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്നത്. അതിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതി, അതായത് ഒരു കഫേ നിർമ്മിക്കുന്നതിന് വേണ്ടി എന്തിന് ഇത്ര രൂപ ചിലവായി എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ യോഗം നടക്കുന്ന സമയത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മറ്റൊരു പരിപാടിയിലായതിനാൽ എത്താൻ വൈകിയെന്നു. വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നടന്നിരുന്നത്. അതിന് പിന്നാലെ എത്തിയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അംഗങ്ങളെ ശകാരിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നാലെ നടന്ന തർക്കങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഭരണസമിതി അംഗമായ വേണുകുമാറിന് അവിടെ വെച്ച് മർദ്ദനമേൽക്കുകയും ചെയ്തു. മറ്റിടത്ത് വെച്ച് മർദ്ദനമേറ്റത് ഇതിന് പിന്നാലെയാണെന്ന് പറയപ്പെടുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങളിലേക്കാണ് NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രശ്നവും ഇല്ല, ഇതെല്ലാം തന്നെ ചിലർ ഊരിപ്പെരുപ്പിച്ചുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള പ്രതികരണമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, ഈ താലൂക്ക് യൂണിയൻ കൊണ്ടുവന്ന് തന്റെ അച്ഛന്റെ സമ്പാദ്യമാണ് പത്തനാപുരം താലൂക്ക് യൂണിയൻ എന്ന് പറയുന്നത്. അച്ഛന്റെ മുതൽ വിറ്റുണ്ടാക്കിയതാണ് താലൂക്ക് യൂണിയൻ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നുള്ളൊരു മറു ആരോപണമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉന്നയിക്കുന്നത്.